ഇനി നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 6th question. Show that the relation R on the set n cross n defined by AB related to CD if and only if B plus C is equal to AD into B plus C is equal to BC into A plus D. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വലൻസ് റിലേഷൻസ് ആണ് പ്രൂവ് ചെയ്യണം. നമുക്കിത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ആർ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, ആൻഡ് ഓൾസോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ആർ ഇസ് ട്രാൻസിറ്റീവ്. നമുക്ക് ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം അല്ലേ, അതായത് എ ബി റിലേറ്റഡ് ടു എ ബി തന്നെയാണോ നോക്കാം. ഇഫ് എ ബി റിലേറ്റഡ് ടു എ ബി ആണോ നോക്കാം. നമുക്ക് എ ബി റിലേറ്റഡ് ആണെങ്കിൽ എ ബി ഇൻറ്റു എ ബി ഇൻറ്റു ബി പ്ലസ് എ, എ ബി ഇൻറ്റു ബി പ്ലസ് എ, നമുക്ക് എ ബിനെ നമുക്ക് ബി എ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം ആണ്, അപ്പോൾ ബി എ എന്ന് എഴുതാം. അതേപോലെ ബി പ്ലസ് എ നമുക്ക് എന്ത് എഴുതാം, എ പ്ലസ് ബി എന്നും എഴുതാം. നമുക്ക് എ ബി ഇൻറ്റു ബി പ്ലസ് എ ഇസ് ഈക്വൽ ടു ബി എ ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ബി റിലേറ്റഡ് ടു എ ബി ആണെന്ന് പറയാം. സോ ആർ ഇസ് റിഫ്ലെക്സീവ്. സോ ആർ ഇസ് റിഫ്ലെക്സീവ്. ഇനി ആറ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഇഫ് എ ബി റിലേറ്റഡ് ടു സി ഡി ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം, സി ഡി റിലേറ്റഡ് ടു എ ബി എന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം, ആർ ഇസ് സിമെട്രിക്. AB related to CD implies A into D B plus C is equal to BC into A plus D എന്ന് പറയാം അല്ലേ. ഇത് നമുക്ക് BC into A plus D is equal to AD into B plus C എന്നും എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, സി ഡി റിലേറ്റഡ് ടു എ ബി എന്ന് എഴുതാം അല്ലേ. സോ സി ബി റിലേറ്റഡ് ടു എ ബി. അപ്പോൾ നമ്മൾ എ ബി റിലേറ്റഡ് ടു സി ഡി എന്ന് എടുത്തിട്ട് നമ്മൾ എന്തിലെത്തി, സി ഡി റിലേറ്റഡ് ടു എ ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ എന്താണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്നും നമുക്ക് പറയാം. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇഫ് എ ബി റിലേറ്റഡ് ടു CD and CD related to EF ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ബി റിലേറ്റഡ് ടു ഇ എഫ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു റിലേഷന് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. എ ബി റിലേറ്റഡ് ടു സി ഡി മീൻസ് വാട്ട്, ബി സി ഇൻറ്റു എ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു ബി പ്ലസ് സി. ഇനി എ ഡിനെ ഇങ്ങോട്ടും ബി സിനെ അങ്ങോട്ടും കൊണ്ടുപോയാൽ എ പ്ലസ് ഡി ബൈ എ ഡി ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ബൈ ബി സി എന്ന് എഴുതാം. എ ബൈ എ ഡി 1 ബൈ ഡി പ്ലസ് ഡി ബൈ എ ഡി 1 ബൈ എ ഇസ് ഈക്വൽ ടു ബി ബൈ ബി സി 1 ബൈ സി പ്ലസ് സി ബൈ ബി സി 1 ബൈ ബി എന്നും എഴുതാം. ഇതേപോലെ നമുക്ക് സി ഡി റിലേറ്റഡ് ടു ഇ എഫ് ആയതുകൊണ്ട് നമുക്ക് സി എഫ് ഇൻറ്റു ഡി പ്ലസ് ഇ എന്നും എഴുതാം. ഓക്കെ, ഇനി ഡി റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടും സി എഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടും കൊണ്ടുവന്നാൽ സി പ്ലസ് എഫ് ബൈ സി എഫ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ഇ ബൈ ഡി. C plus C by CF 1 by F plus F by CF 1 by C, that is equal to D by DE is equal to 1 by E plus E by D equal to 1 by D. This is first equation. Second equation, 1 plus 2 implies 1 by D plus 1 by A plus 1 by F plus 1 by C is equal to
1 by C plus 1 by B plus 1 by E plus 1 by D. 1 by D, 1 by D we can cancel. 1 by C, 1 by C we can cancel. What is left though? One by A plus 1 by F is equal to 1 by B plus 1 by E. നമുക്ക് cross multiply ചെയ്താൽ F plus A is equal to AF, that is equal to F plus A by AF is equal to E plus B by B. നമുക്ക് BE into F plus A is equal to AF into E plus B എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? AB related to EF എന്ന് പറഞ്ഞൂടെ? AB related to AB related to EF. AB, A plus F, BE, BE, AF, AF, E plus B, BE, E plus E. അപ്പോൾ നമ്മൾ AB related to CD, CD related to EF എന്നിൽ നിന്ന് നമ്മൾ എന്ത് കിട്ടി? AB related to EF എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റി അല്ലേ? ട്രാൻസിറ്റീവ്. സോ ദിസ് റിലേഷൻ ഇസ് സിമെട്രിക്, റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. അത് എല്ലാം കൂടി നമുക്ക് എന്ത് പറയാം? ദിസ് റിലേഷൻ ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ. സെവൻത് ക്വസ്റ്റ്യൻ. Let f from R to R be defined as f of x is equal to 4x plus 7 when x less than or equal to 3, 4 when x greater than or equal to 3. Show that f is not a function. Okay. നമുക്ക് f of 3 കൺസിഡർ ചെയ്യാം. f of 3 is equal to f of 3ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഈ ഒരു കേസിലും 3 ഇൻക്ലൂഡഡ് ആണ്, ഈ ഒരു കേസിൽ എന്താണ്? 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ f of 3 ഈക്വൽ ടു നമുക്കൊന്ന് ഒരു 4 into 3 plus 7 is equal to 12 plus 7 is equal to 19 എന്നും പറയാം. f of 3 is equal to 4 എന്നും പറയാം. ഒരു ഡൊമെയിനിൽ ഒരു എലമെന്റിന് 2 ഇമേജസ് വന്നാൽ അതൊരു ഫംഗ്ഷൻ ആവോ? ഇല്ല അല്ലേ? അപ്പം ഇത് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല? ഈ ഒരു റിലേഷൻ എന്തല്ല? ഫംഗ്ഷൻ അല്ല. 8th ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f from R to R given by f of x equal to x cube plus x is a bijection. ബൈജെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 ആണ്, on 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം 1 1 ആണെങ്കിൽ f of x1 is equal to f of x2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് x1 is equal to x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? 1 1 ആണെന്ന് പറയാം. അപ്പോൾ f of x1ന്റെ വാല്യൂ എന്താണ്? x1 all cube plus x1 is equal to x2 all cube plus x2 അല്ലേ? that is x1 minus x2 plus x1 cube minus x2 cube is equal to 0. x1 minus x2 plus x1 minus x cube the all cube എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം a cube minus b cube equal to x1 minus x cube into x1 square plus x1 into x2 plus x2 square is equal to 0. Okay. Therefore, x1 minus x2 common ആണ്. x minus x2 into 1 plus x1 square plus x1 into x2 plus x2 square. Okay, that is x1 minus x2 into ഈ ഒരു വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 പ്ലസ് x1 സ്ക്വയർ പ്ലസ് x1 into x2 plus x2 all square. We can write it as x1 plus 1 x2 by 2 the whole square plus 1 plus 3 by 4 x2 square എന്ന് എഴുതാം.
x2 സ്ക്വയർ ഒരു പോസിറ്റീവ് ആണ്. 3/4 ഇൻറ്റു x2 സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് 1 പോസിറ്റീവ് ആയിരിക്കും. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതും പോസിറ്റീവ് ആയിരുന്നു. അപ്പം x-1 ഇൻറ്റു x2 into 1 plus x1 square plus x1 into x2 plus x2 all square equal to 0 implies only one case is there, x1 is equal to x2 ആയെങ്കിൽ മാത്രമേ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറുള്ളൂ, 0 ആയിട്ട് മാറും. ഇത് ഇത് എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, x1 minus x2 equal to 0 which implies x1 is equal to x2. അപ്പോൾ നമുക്ക് f of x1 is equal to f of x2 എന്നെടുത്ത് ലാസ്റ്റ് എന്ത് കിട്ടി, x1 is equal to x2 എന്ന് കിട്ടി. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, 1 ആണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം അല്ലേ. ഇനി ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓൺ ടു ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ്, ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ എല്ലാ വൈക്കും നമുക്ക് അവിടെ ഒരു പ്രീ ഇമേജ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. കൂടാതെ നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ്. സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഡിഗ്രി എന്താണ്, 3 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഓഡ് നമ്പർ. എവരി ഡിഗ്രി ഓഡ് നമ്പർ ആയിട്ടുള്ള എല്ലാ പോളിനോമിയൽസിനും നമുക്കൊരു അറ്റ്ലീസ്റ്റ് 1 റിയൽ റൂട്ട് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിനൊരു എക്സ് ഈക്വൽ ടു ഒരു റിയൽ റൂട്ട് നമുക്ക് പറ്റും, ഒരു റിയൽ നമ്പർ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ ഒരു വൈ എന്നതിന് ഒരു പ്രീ ഇമേജ് ആയിട്ട് എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so this function is 1 and onto, so we can say that this function is a bijection അല്ലേ, bijection ആണെന്ന് പറയാം. 9th question, let f from r minus negative 3/5 to r minus 2/5 be a function defined by f of x is equal to 2x by 5x plus 3. Find the inverse of f. We have to find out the inverse of f. അങ്ങനെ ഇൻവേഴ്സ് കാണാൻ നമ്മൾ ഫസ്റ്റ് y is equal to 2x plus 5x plus 3. That is y into 5x plus 3 is equal to 2x. 5xy plus 3y is equal to 2x. Therefore 5xy plus 3y minus 2x is equal to 0. That is x into 5y minus 2 is equal to plus 3y. We can take to right hand side minus 3y. So x is equal to minus 3y by 5y minus 2 or 3y by 2 minus 5y എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് g of x എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, 3x by 2 minus 5x എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, f of g of xും g of f of xും x ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, g of x is the inverse of the function f എന്ന് പറയും. ഇനി നമുക്ക് first of all we can check f of g of x is equal to f of g of x, that is equal to f of, what is g of x, 3x by 2 minus 5x, and we have f of x is equal to 2x by 5x plus 3. ഇനി നമുക്ക് xന് we can replace x by 3x by 2 minus 5x. അതാണല്ലോ f of 3x by 2 minus 5x എന്നുള്ളത്. That is equal to 2 into 3x by 2 minus 5x by all divided by 5 into x. 5 into x, 3x by 2 minus 5x plus 3. That is equal to 2 into 3x, 6x by 2 minus 5x by 5 into this 2 minus 5x we can multiply to with the 3. So 5 into 3x plus 2 minus 5x plus into 3
അല്ലേ, ദിസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, all divided by 2 minus 5x, that is equal to 5 into 3x 6x by 2 minus 5x into reciprocal കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, ഡിവിഷൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 minus 5x, 5 into 3x 15x plus 2 into 3 6 minus 5x into 3 15x, 2 minus 5x 2 minus 5x നമുക്ക് ക്യാൻസൽ ചെയ്യാം, that is 6x by 15x minus 15x 0 ആയിട്ട് മാറും by 6 6x by 6 is equal to 6x equal to x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, f of g of x is equal to x എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, g of f of x ഉം x ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം, g of x is the inverse of f of x എന്ന് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യാം അല്ലേ, g of f of x is equal to g of f of x എന്താണ്, 2x by 5x plus 3, that is equal to g of x എന്ന് പറഞ്ഞത് 3x by 2 minus 5x ആണ്. അപ്പോൾ ഇവിടെ xന് പകരം എന്താണ്, 2x by 5x plus 3 ആണ്. നമുക്ക് that is equal to 3 into 2x by 5x plus 3 divided by 2 minus 5 into x എന്താണ്, 2x by 5x plus 3, that is equal to 6x by 5x plus 3 divided by 5x plus 3 നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 into 5x plus 3 minus 5 into 2x 10x all divided by 5x plus 3, that is equal to 6x by 5x plus 3 into reciprocal കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5x plus 3 by 2 into 5x 10x 2 plus 3 2 into 3 6 minus 10x, 5x minus 3 5x plus 3 we can cancel, 10x ഉം minus 10x ഉം we can cancel, ബാക്കി എന്താണ് അവിടെ ഉള്ളത്, 6x by 6, that is equal to x. അപ്പോൾ നമുക്ക് f of g of x is equal to g of f of x എന്ന് പറഞ്ഞത് x എന്ന് കിട്ടി, that is ix എന്ന് കിട്ടി. So we can say that f inverse of x is equal to g of x, that is equal to 3x by 2 minus 5x. 10th question, if a star b equal to 4a square plus 6b square be a binary operation on q, then verify that star is not commutative by computing 2 by 3 star 4 by 11 and 4 by 11 star 2 by 3. നമുക്കറിയാം ഒരു റിലേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് ആവുക, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിലാണ്. അപ്പോൾ നമുക്കിവിടെ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാ പ്രൂവ് ചെയ്യണം, അതായത് 2 by 3 സ്റ്റാർ 4 by 11 ചെയ്തതും 4 by 11 സ്റ്റാർ 2 by 3 ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് എന്താ ഡിഫറെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ മതി അല്ലേ. അപ്പോൾ നമുക്ക് 2 by 3 നമുക്ക് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ പ്ലസ് 6b സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പം എ സ്റ്റാർ ബി, അപ്പോൾ 2 by 3 സ്റ്റാർ 4 by 11 is equal to 4 into a square. 4 in here a is 2 by 3 and b is 4 by 11. 4 into a square, so 2 by 3 square plus 6 into b square 4 by 11 square, that is equal to 4 into 4 by 9 plus 6 into 4 square 16 by 11 square 121, that is 16 into 121 plus 9 into 16 into 6
96 by 1000. 9 into 120 1089. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2800 by 1089 എന്ന് കിട്ടും. ഇനി 4/11 star 2/3 ചെയ്ത് നോക്കാം. 4 into 4/11 square plus 6 into 2/3 all square, that is equal to 4 into 16/121 plus 6 into 4/9. ഇത് നമുക്ക് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുക 3480 by 1089 എന്ന് കിട്ടും. അപ്പോൾ 2/3 star 4/11 2800 by 1089. 4/11 star 2/3 എന്നുള്ളത് 3480 by 1089 എന്നും കിട്ടി. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ബൈനറി ഓപ്പറേഷൻ എന്താന്ന് എല്ലാ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നും പറയാം. Objective type sixth question. Let R is equal to set AB such that A plus B is equal to 2B on N. Then 1 2 belongs to R, 2 4 belongs to R, 3 4 belongs to R, and 1 1 belongs, not 7, 1 1 belongs to R. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. A plus B equal to 2B ആവണം അല്ലേ, എങ്കിലേ നമുക്ക് ഈ ഒരു റിലേഷൻ A plus B is equal to 2B. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണോ? 1 plus 2 equal to 2 into 2 ആണോ? അല്ല അല്ലേ, 1 plus 2 3 ആണ്, 2 into B 4 ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ 2 4, 2 plus 4 6 ആണ്, 2 plus 4 6 ആണ്, 2 into B 2 into 4 എത്രയാണ്? 8 ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും കറക്റ്റ് അല്ല. 3 4 belongs to R ആണോ നോക്കാം. 3 plus 4 7 ആണ് അല്ലേ, ഓവഡ് നമ്പർ ആണ്, എങ്ങനെയായാലും അത് കറക്റ്റ് ആവില്ല. ഇനി 1 1 is equal to 1 1 ആണോ നോക്കാം. 1 plus 1 is equal to 2 and 2 into B 2 into 1 is equal to 2. So correct option is option D, 1 1 belongs to R. Seventh question. Find the range of the function f of x is equal to x square plus x plus 2 by x square plus x plus 1. X belongs to R. Let y is equal to x square plus x plus 2 by x square plus x plus 1. Then y into x square plus x plus 1 is equal to x square plus x plus 2, that is y x square plus x square ne ingotu left hand side lotu kondu varumbo minus x square plus y into x yx plus x into this side minus x plus y plus 2 minus 2 is equal to 0. That is x square into y minus 1 plus x into y minus 1 plus y minus 2 is equal to 0. Okay, അപ്പം this is a quadratic equation in y minus 1, ഇവിടെ coefficient y minus 1 ആണ്, ഇവിടെ coefficient y minus 1 ആണ്, ഇവിടെ coefficient y minus 2 ആണ്. നമുക്കറിയാം അപ്പം x is equal to minus b plus or minus root b square minus 4ac by 2a, that is equal to minus b, but b in the x in the coefficient എന്താണ്? y minus 1 plus or minus root b square it is y minus 1 the whole square minus 4ac. What is a? Y minus 1 c y minus 2 all divided by 2a. What is a? Y minus 1. That is equal to minus y plus 1
plus or minus root y minus 1 y square minus 2y plus 1 minus 4y plus 4 into y minus 2 into y minus 2 by 2y minus 1, that is equal to minus y plus or 1 plus or minus root y square minus 2y plus 1 minus 4y into y minus 4y square minus 4y minus 2 plus 8y plus 4y minus 8. Seventh question, find the range of the function f of x is equal to x square plus x plus 2 by x square plus x plus 1. Okay, നമുക്ക് let y is equal to x square plus x plus 2 by x square plus x plus 1. അപ്പോൾ y ആയിരിക്കും റേഞ്ച് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2, ദാറ്റ് ഈസ് y എക്സ് സ്ക്വയർ പ്ലസ് yx plus y is equal to x square plus x plus 2. That is yx square plus x square ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ yx square minus x square plus yx minus x plus y plus 2 minus 2 is equal to 0. That is x square into y minus 1 plus x into y minus 1 plus y minus 2 is equal to 0. It is a quadratic equation. Like x square coefficient y minus 1, x coefficient y minus 1 plus y minus 2. What is the general form of a quadratic equation? ax square plus bx plus c is equal to 0. Okay, ഇവിടെ x എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, റിയൽ x belongs to r ആയതുകൊണ്ട് നമുക്കറിയാം b square minus 4ac greater than or equal to 0 ആയിരിക്കും അല്ലേ. നമുക്ക് x equal to minus b plus or minus root b square minus 4ac by 2 ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ x റിയൽ ആയതുകൊണ്ട് b square minus 4ac എന്തായാലും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം b square minus 4ac greater than or equal to 0 implies what is b? y minus 1 the whole square minus 4 into what is a? A is y minus 1 plus 4 into y minus c into c. What is c? Into y minus 2 greater than or equal to 0. That is y minus 1 common ആണ്. അപ്പോൾ y minus 1 into y minus 1 minus 4 into y minus 2 greater than or equal to 0. That is y minus 1 into y minus 1 minus 4y plus 8 greater than or equal to 0. That is y minus 1 into y minus 4 minus 3y minus 1 plus 8 plus 7 greater than or equal to 0, which implies y minus 1 greater than or equal to 0 or and negative 3y plus 7 greater than or equal to 0. So y minus 1 greater than or equal to 0 and negative 3y plus 7 greater than or equal to 0. Y minus 1 greater than or equal to 0 means y greater than or equal to 1. Negative 3y greater than or 3y greater than or equal to negative 7. That is 3y less than or equal to 7. Minus 1 on to multiply more reverse avule greater than or equal to become less than or equal to, so y less than or equal to 3 less than or equal to 7 by
3. അപ്പോൾ y is the range അല്ലേ y. അപ്പോൾ y ന്റെ വാല്യൂ greater than 1 and less than or equal to 7 3. So which is the correct option? ഇവിടെ ഓപ്പൺ 173 എന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻക്ലൂഡഡ് ആണ്. കറക്റ്റ് റേഞ്ച് ഏതാണ് 1/7/3 ലെസ് ദാൻ ഓർ ഈക്വൽ ഉള്ളതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ഇന്റർവൽ ആണ് തരേണ്ടത് അല്ലേ. അപ്പം കറക്റ്റ് ഓപ്ഷന് ഇതിലില്ല. അപ്പോൾ ഓപ്ഷൻ നൺ ഓഫ് ദിസ്. ഓക്കെ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. 8th question, let star be a binary operation on Z defined by a star b is equal to a plus b plus 1. The identity element of star is, the identity element of star is, നമുക്ക് 1 ഐഡന്റിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? a star 1 is equal to a is equal to 1 star a എന്ന് ലഭിച്ചാൽ നമുക്ക് എന്ത് പറയാം? 1 is the identity. നമുക്ക് ചെക്ക് ചെയ്യാം. What is a star 1? a star 1 is equal to a plus 1 plus 1 is equal to a plus 2. It is not equal to a ആണ്. അപ്പം 1 ഇതിൻ്റെ ഐഡൻറ്റിറ്റി അല്ല. ഇനി 0 ആണെന്ന് നോക്കാം. a star 0, a star 0 is equal to a plus 0 plus 1 is equal to a plus 1, not equal to a ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് 0യും ഈ ഒരു ബൈനറി ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി അല്ല. അടുത്തത് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി 2 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? e star 2 is equal to a is equal to 2 star a എന്ന് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് 2 ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാം. നമുക്ക് നോക്കാം. a star into 2, a star into 2 is a plus 2 plus 1, that is equal to a plus 3. It is not equal to a. So തന്നിട്ടുള്ളതൊന്നും ഈ ഒരു ബൈനറി ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി അല്ല. സോ കറക്റ്റ് ഓപ്ഷൻ is option D, none of this. Then which one is the identity of this one? We can check what is if b equal to -1. That is a star -1, that is a plus -1 plus 1, that is equal to a. -1 plus 1 0 ആണല്ലോ. അപ്പോൾ a plus 0 a. So this is okay. ഇനി -1 star a നോക്കാം. -1 plus a plus 1. -1 plus 1 0 0 plus a. So which is the correct identity of this operation? -1. Okay, but -1 is not there in our option. So correct option is, answer of this question is option D, none of this. 9th question, the function f from R to R defined by f of x is equal to x plus root x square. Okay, x plus root x square means what? x plus or minus x എന്നല്ലേ. So x f of x is equal to x plus x or x minus x, x plus x 2x 0. അപ്പോൾ ഓരോ എക്സിന് അവിടെ 2 ഇമേജ് ഉണ്ട്. അപ്പം ഇതൊരു ഫംഗ്ഷനേ അല്ല അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇത് തന്നിട്ടുള്ളത് എന്തല്ല? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ എന്തല്ല? ഒരു ഫംഗ്ഷൻ അല്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x raised to n plus a, 2x raised to n plus a, and f of 2 is equal to 26 and f of 4 is equal to 138. Then the value of f of 3, f of 3 ന്റെ value നമുക്ക് കാണണം. f of 2 equal to 26 means 2 into x, 2 raised to n plus a is equal to 26. Equation number 1. f of 4 equal to 138 means 2 into 4 is to n plus a is equal to 138. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 2 minus 1 implies 2 into 4 is to n minus 2 into 2 raised to n, a minus a 0, 138 minus 26, that is 2 into 4 raised to n minus 2 raised to n is equal to 112.
that is 4 raised to n minus 2 raised to n is equal to 112 by 2, that is 56. 4 നെ നമുക്ക് എന്ത് ചെയ്താം 2 raised to n into 4 നെ നമുക്ക് 2 square എന്ന് എഴുതാം. 2 square all raised to n minus 2 raised to n is equal to 56. So that is 2 raised to n all square minus 2 raised to n minus 56 is equal to 0. അപ്പോൾ നമുക്കിത് x square minus x plus minus 56 is equal to 0 എന്നൊക്കെ. Let y is equal to 2 raised to n, then 2 raised to n, that is y square minus 2 raised to n എന്ന് പറഞ്ഞത് y minus 56 equal to 0. It is a quadratic equation അല്ലേ. അപ്പം y equal to minus b plus or minus root b square minus 4ac by 2a, that is equal to minus b. What is minus b? Minus 1 plus or minus root b square. B square is 1 square, 1 minus 4a. What is a? 1c. 56 minus 56 by 2 into 1, that is equal to 1 plus or minus root 1 plus 4 into 56. 56 into 4, 56 into 4, 224 by 2, that is 1 plus or minus root 225 by 2, that is 1 plus or minus 225 15 square root ആണ്. 15 by 2, that is 1 plus 15 by 2 is equal to 16 by 2 is equal to 8. n എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. സോ we got y equal to 2 raised to n, that means 2 raised to n is equal to 8, that is 2 raised to 3 ന്റെ വാല്യൂ ആണ് എന്ത്? 8. so n is equal to 3. so we got n value as 3. n value 3 എന്ന് കിട്ടി. അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 2 raised to 3 plus a is equal to 26. so 2 into 2 raised to 3, 2 raised to 3 8, 8 into 2 16. so a is equal to 26 minus 16 is equal to 10. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? f of 3 ന്റെ വാല്യൂ ആണ് അല്ലേ. f of 3 is equal to 2 into 3 raised to n plus a, and we got the നമുക്ക് എന്താ കിട്ടി? n ന്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 3 അല്ലേ. 3 plus a, ന്റെ വാല്യൂ 10, that is 2 into 3 cube 27 plus 10, that is 54 plus 10, that is equal to 64. so f of 3 ന്റെ വാല്യൂ എന്താണ്? 64. ഓപ്ഷൻ സി 64. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.